ഈ വർഷത്തെ അവസാന ഞായറാഴ്ച എന്ന പ്രത്യേകത ഇന്നത്തെ ദിവസത്തിനുണ്ട്. കർത്താവിനെ ആരാധിക്കാനായിട്ട് നമുക്ക് ഒരുമിച്ച് ചേരുവാൻ സാധിച്ചല്ലോ, അതിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന സന്ദർശകരെന്ന് ഞങ്ങൾ പറയുന്നെങ്കിലും അത്ര സന്ദർശകരല്ല, അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ ഓർത്തും ഞങ്ങൾ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഇസ്രയേലിൽ 2 ജല തടാകങ്ങളുണ്ട്. ഒന്ന് ഗലീല കടലാണ്, മറ്റൊന്ന് ചാവുകടലാണ്. നിങ്ങൾ ഇസ്രയേലിൽ പോയിട്ടില്ലെങ്കിൽ ഒന്ന് പോകണം എന്ന ഒരു നിർദ്ദേശം, മോണിയൊക്കെ നോക്കിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരിക്കലൊന്ന് പോകണം. നമ്മുടെ സുവിശേഷങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമ്മളെ വളരെ സഹായിക്കും. അതിൻ്റെ ഭൂപ്രകൃതിയൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ല കാര്യമാണ്. അപ്പോൾ ഈ 2 ജലതടാകങ്ങൾ, അതിൽ ഒന്ന് ഗലീല കടലാണ്. ഗലീല കടലിൻ്റെ പ്രത്യേകത, ഹെർമോൻ മലകളിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന ആ ജലം ഒരു വലിയ തടാകമായി, കടൽ എന്നൊക്കെ അവർ പറയുമെങ്കിലും അത് കടലൊന്നുമല്ല, ഒരു വലിയ ജലതടാകമാണ്. അപ്പോൾ അതിലിങ്ങനെ വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ അത് കവിഞ്ഞ് ഒരു നദിയായിട്ട് താഴേക്ക് ഒഴുകും. അതിനെയാണ് നമ്മൾ യോർദാൻ നദി എന്ന് പറയുന്നത്. യോർദാൻ നദി വന്ന് അവസാനിക്കുന്നത് ചാവുകടലിലാണ്. ചാവുകടലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങിയാവൂ എന്ന് പറഞ്ഞാൽ എല്ലാം ഇങ്ങ് പോരട്ടെന്ന്, വെളിയിലോട്ട് പോകുന്ന പരിപാടിയില്ല, എല്ലാം സ്വീകരിക്കുക എന്നുള്ളതാണ് ചാവുകടലിൻ്റെ പ്രത്യേകത. ചാവുകടൽ ഒരവസാനമാണ്, അതിന് ഒരു ഔട്ട്ലെറ്റ് ഇല്ല. അപ്പോൾ അതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്നറിയോ? അവിടെ ജീവനില്ല കേട്ടോ, അവിടെ ജീവനില്ല. ഞങ്ങൾ ചാവുകടലിൽ പോയി, ചാവുകടൽ രസമുള്ള ഒരു സ്ഥലമാണ്. മലർന്നങ്ങ് കിടന്നേച്ചാൽ മതി, വെള്ളത്തിൽ താഴത്തില്ല. അതൊരു ഭയങ്കര, വെള്ളത്തിൽ കുടിച്ചാകുമെന്ന് പേടിക്കണ്ട കേട്ടോ അവിടെ. കാര്യം വെള്ളത്തിൽ നമ്മളിങ്ങനെ മലർന്ന് കിടന്നാൽ അങ്ങനെ പൊങ്ങിക്കിടക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. മലർന്നിങ്ങനെ കിടന്നതിന് ശേഷം കാലൊന്ന് താഴ്ത്താൻ നോക്കിയാൽ നടക്കൂല, താഴോട്ട് താഴില്ല. കാരണം അത്രമാത്രം ഡെൻസിറ്റി കൂടിയ വെള്ളമാണ് അവിടെ ഉള്ളത്. പക്ഷെങ്കിൽ ജീവനില്ല, ഒരു മത്സ്യവും ഇല്ല, ഒരു ജീവനുള്ള സാധനവും അവിടെ ഇല്ല. അതിന് കാരണം അത് അനുഗ്രഹങ്ങളുടെ അവസാനം എന്ന് പറയാം. എന്നാൽ ഗലീല കടൽ, അവിടുത്തെ മീനെ ഭക്ഷിക്കുന്നത് നല്ല കാര്യമാകട്ടോ. നിങ്ങൾ ചെന്നാൽ അവർ പറയുന്നത് പത്രോസിൻ്റെ മീനെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ കരിമീൻ പോലെ ഇരിക്കും, നല്ല ഇഷ്ടം പോലെ മീനെ കിട്ടും. ജീവൻ തുടിക്കുന്ന ഒരു സ്ഥലമാണ് ഗലീല കടൽ. അപ്പം ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്, അനുഗ്രഹങ്ങൾ നമ്മിൽ അവസാനിക്കുന്നുവെങ്കിൽ നമ്മളൊരു ചാവുകടലാണ്. അനുഗ്രഹങ്ങളെല്ലാം ഒഴുകി വന്നു, പക്ഷേങ്കിൽ പിന്നെ വെളിയിലോട്ട് പോകില്ല കേട്ടോ, അതവിടെ അവസാനിക്കും. അതൊരു ചാവുകടലാണ്. എന്നാൽ അനുഗ്രഹങ്ങൾ വരുന്നു, അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് അത് മറ്റിടങ്ങളിലേക്ക് അതിനെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത് പോലെ കവിഞ്ഞ് ഒഴുകുന്നു. അത് ഗലീല കടലാണ്. അത് അനുഗ്രഹത്തിൻ്റെ, ജീവൻ്റെ തുടിപ്പ് ഉള്ള അനുഗ്രഹീതമായ കാര്യമാണ്. അപ്പോൾ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളൊരു ചാവുകടലാണോ അതോ ഗലീല കടൽ ആണോ? അനുഗ്രഹങ്ങൾ പൂച്ച കണ്ണുമടച്ച് പാൽ കുടിക്കുന്ന പോലെ ഇങ്ങിയാവും എന്ന് പറഞ്ഞാൽ എല്ലാം ഇങ്ങോട്ട് പോരട്ടെ, മറ്റാർക്കും കൊടുക്കത്തില്ല, എല്ലാം പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുക, പോകുമ്പോട്ട് കൊണ്ടുപോകത്തും ഇല്ല. ആദിമസഭയെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ ഒരു ഗലീല കടൽ പോലെയായിരുന്നു. അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ മനസ്സുള്ള വിശാല ഹൃദയരായിരിക്കുന്ന നല്ല മനുഷ്യരായിരുന്നു. അങ്ങനെ നല്ല മനുഷ്യരാണ് കാരണം അവർ സ്വതവേ നല്ല മനുഷ്യനായതുകൊണ്ടല്ല കേട്ടോ, സുവിശേഷം അവരെ സ്വാധീനിച്ചത് കൊണ്ടാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം അവരെ സ്വാധീനിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിലേക്ക് വന്നു. അപ്പോൾ അതിൻ്റെ ഫലമായി അവർ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന മനുഷ്യരായിട്ട് രൂപപ്പെട്ടു. നമ്മുടെ സ്വാർത്ഥത വിട്ടുകളയുക എന്ന് പറയുന്നത് നമുക്ക് ഭക്തി വന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ ലക്ഷണമാണ് കേട്ടോ.
നമ്മുടെ സ്വാർത്ഥത കുറഞ്ഞു. എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് മനസ്സാണ് എന്ന് പറയുന്ന ഒരു സ്ഥിതി നമ്മൾ ഭക്തരായി എന്നതിൻ്റെ ഒരു തെളിവാണ്. അപ്പം അത് ഒരു ചോദ്യമായി നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ച് ഞാൻ ഈ വേദഭാഗത്തേക്ക് വരാം. അത് അപ്പസ്തലപ്രവൃത്തികളുടെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിൻ്റെ 32 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ്. ഇത് ആദിമസഭയുടെ ആത്മീക സ്ഥിതിയെക്കുറിച്ച് പറയുന്ന രണ്ടാമത്തെ the second portion of verses which describes the spiritual situation of the early church. ആദ്യ സഭയുടെ ആത്മീക നിലയെ വിവരിക്കാനായിട്ട് രണ്ടാമത് പറയുന്ന ഒരു വേദഭാഗമാണ് ഇത്. ആദ്യത്തെ ഭാഗം 2:42 മുതൽ 47 വരെയുള്ള വാക്യങ്ങളാണ്. ഏതാണ്ട് അതിനോട് സമാനമായ വാക്യങ്ങളാണ് ഇത്. എന്നാൽ കുറച്ച് വ്യത്യാസം ഈ വേദഭാഗത്ത് ഉണ്ട്. അപ്പം നമുക്കൊന്ന് വായിക്കാം. ഞാൻ വായിക്കുന്നു. 32 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ്. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. തനിക്കുള്ളതൊന്നും സ്വന്തം എന്ന് ആരും പറഞ്ഞില്ല. സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. മുട്ടുള്ളവർ ആരും അവരിലുണ്ടായിരുന്നില്ല. നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥന്മാരായവർ ഒക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പസ്തലന്മാർ കാൽക്കൽ വയ്ക്കും. പിന്നെ ഓരോരുത്തന് അവനവൻ്റെ ആവശ്യം പോലെ വിഭാഗിച്ച് കൊടുക്കും. പ്രബോധനപുത്രനെന്ന് അർത്ഥമുള്ള ബർന്നബാസ് എന്ന് അപ്പസ്തലന്മാർ മറുപേർ വിളിച്ച കുപ്രദ്വീപുകാരനായ യോസേഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പസ്തലന്മാരുടെ കാൽക്കൽ വച്ചു. എന്താ വന്നെ! ഏതായാലും വളരെ വിചിത്രമായ അത്ഭുതകരമായ ഒരു ആത്മീക അന്തരീക്ഷമാണ് ആദിമസഭയിൽ ഉണ്ടായിരുന്നത്. നമ്മളാരും ചെയ്യാൻ ധൈര്യപ്പെടാത്ത കാര്യങ്ങൾ അവർ ചെയ്തു എന്ന് ഈ ഭാഗത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ വേദഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഞാനിങ്ങനെ ഈ വേദഭാഗം മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ ഇതിൽ 3 കാര്യങ്ങൾ ഇവിടെ ലൂക്കോസ് നമ്മളോട് പറയുന്നുണ്ട്. 3 കാര്യങ്ങൾ. എന്നിട്ട് ഈ 3 കാര്യങ്ങൾ അത് വ്യക്തിപരമായി പ്രദർശിപ്പിച്ച ഒരു മനുഷ്യനെക്കുറിച്ച് അവസാനം ലൂക്കോസ് പറയും. പറയുമല്ലോ, ആശയങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ ഏറ്റവും മനസ്സിലാകുന്നത് അത് മനുഷ്യ ജീവിതങ്ങൾ പ്രദർശിപ്പിക്കാൻ സാധിക്കുമ്പോഴാണ്. അല്ലേ? അങ്ങനല്ലേ? നമ്മൾ വലിയ വർത്തമാനമൊക്കെ അങ്ങ് പറയും. പക്ഷെങ്കിൽ നമ്മുടെ നാട്ടുകാർ പറയുന്ന പോലെ കൈ മുറിഞ്ഞാൽ ഉപ്പ് തേക്കുകയില്ല. മുറിഞ്ഞ കൈക്ക് ഉപ്പ് തേക്കാത്ത ആൾക്കാരാണ്. പക്ഷേ ഔദാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടാലോ എന്തോ ഔദാര്യമാണ്. എന്നാൽ ലൂക്കോസ് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഞങ്ങൾ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അദ്ദേഹത്തിൻ്റെ പേര് ലേവ്യനായിരിക്കുന്ന അദ്ദേഹത്തിന് ആദ്യത്തെ പേര് യോസേഫ് എന്നായിരുന്നു. പക്ഷേങ്കിൽ ആ പേരങ്ങ് മാറ്റി ഇപ്പോഴെന്താ പേര്? ബർന്നബാസ് എന്നാണ് പേര്. ബർന്നബാസ് എന്ന് പറഞ്ഞാലേ നമുക്കറിയത്തുള്ളൂ കേട്ടോ. കുപ്രദ്വീപുകാരനായിരിക്കുന്ന യോസേഫ് എന്ന് പറഞ്ഞാൽ ബർന്നബാസിനെ ആർക്കും അറിയത്തില്ല. അപ്പസ്തലന്മാർ കൊടുത്ത പേരാണ് ബർന്നബാസ്. സോ ഹൗ ദിസ് പ്രിൻസിപ്പിൾ വാസ് എംബോഡീഡ് ഇൻ എ മാൻ. ഒരു മനുഷ്യനിൽ ഈ പറഞ്ഞ പ്രമാണങ്ങൾ എങ്ങനെയാണ് വ്യക്തിപരമായി കേന്ദ്രീകരിക്കപ്പെട്ടത്, എങ്ങനെയാണ് പ്രദർശിപ്പിക്കപ്പെട്ടത് എന്നതിനെക്കുറിച്ച് അവസാനം അദ്ദേഹം പറയും. അപ്പോൾ 3 കാര്യങ്ങൾ പറയും. എന്നിട്ട് ആ 3 കാര്യങ്ങൾ ഏത് നിലയിൽ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രത്യക്ഷമായി എന്നതിനെക്കുറിച്ച് അതെല്ലാം വിശദീകരണമൊന്നും പറയില്ലെങ്കിൽ നമുക്കത് കാണാൻ പറ്റും. വി ക്യാൻ സീ ദാറ്റ്. അപ്പം ഞാൻ ആദ്യമേ നിങ്ങളോട് പറയാം. എന്താ പറഞ്ഞത്? വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവർ ആയിരുന്നു. അപ്പോൾ അതിൽ 2 കാര്യങ്ങൾ അപ്പസ്തലൻ ഞാൻ പറഞ്ഞാൽ ഈ ലൂക്കോസ് നമ്മളോട് പറയുന്നുണ്ട്. വിശ്വസിച്ചവരുടെ കൂട്ടം. അപ്പം ആദ്യമേ ദൈവസഭയെ പല പേരുകളിലൊക്കെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. പല പേരുകൾ വിളിച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ എന്നൊക്കെയുള്ള പേര് വന്നത് അന്ത്യോക്യയിൽ വന്നതിന് ശേഷമാണ്. അതിന് മുമ്പ് വിശ്വാസികളെ ആരും ക്രിസ്ത്യാനികളെന്ന് വിളിച്ചിരുന്നില്ല.
അപ്പോൾ വിശ്വസിച്ചവരുടെ കൂട്ടം എന്നതാണ് അവരെക്കുറിച്ച് പറയാൻ പറ്റുന്ന ഒരു നല്ല പേര്. അപ്പോൾ ദൈവത്തിൻ്റെ സഭയിലുള്ള ആളുകൾ വിശ്വാസികളാണ്. വിശ്വസിക്കാത്തവരാരും ദൈവസഭയിലെ അംഗങ്ങളല്ല. അത് ഒരു പ്രമാണമായിട്ട് ആദ്യമേ തന്നെ ഞാൻ പറയാം. നമ്മളുടെ പ്രത്യേകത എന്താ? നമ്മൾ വിശ്വാസികളുടെ കൂട്ടമാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിക്കുന്ന സുവിശേഷം വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച് ദൈവമക്കളായി തീർന്ന ആളുകളാണ് ദൈവസഭയുടെ അംഗങ്ങൾ. അവർ വിശ്വാസികളുടെ കൂട്ടമാണ്. പ്രായോഗികമായി പറയുമ്പോൾ എല്ലാവരും സുവിശേഷം വിശ്വസിച്ചവരാണെന്ന് ഉറപ്പാക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ വിശ്വസിച്ചവരാണെന്ന് ഉറപ്പാക്കാനൊന്നും പറ്റിയില്ല. എങ്കിലും അത് നമ്മൾ നിബന്ധനയായിട്ട് നമ്മളെല്ലാം ഇപ്പോഴും പറയണം. നിങ്ങൾ ദൈവസഭയുടെ അംഗമാകണമെങ്കിൽ വിശ്വസിച്ചേ മതിയാകുകയുള്ളൂ. മറ്റൊരു നിലയിലും നിങ്ങൾക്ക് ദൈവസഭയുടെ അംഗങ്ങളായി തീരാൻ പറ്റുകയില്ല എന്നുള്ള കാര്യം അവരോട് പറയണം. നിങ്ങൾ പള്ളിക്ക് കാശ് കൊടുത്താൽ അംഗങ്ങളാവില്ല. പള്ളിക്ക് കാശ് കൊടുക്കുന്നത് നല്ല കാര്യമാണ്, നല്ല പള്ളിയാണെന്നെങ്കിൽ. അപ്പോൾ ഞാൻ അവസാനം പറഞ്ഞു, പറയാൻ വിചാരിക്കുന്നൊരു കാര്യം ഞാൻ ആദ്യമേ അങ്ങ് പറയാം. ഇവരെ വസ്തു വിറ്റുകൊണ്ട് വന്ന് അപ്പസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. ഇന്ന് നിങ്ങൾ വസ്തു വിൽക്കരുത് കേട്ടോ. വസ്തു വിറ്റാലും ആ കാശ് കൊണ്ടുവന്ന് സഭാ നേതാക്കന്മാരുടെ കാൽക്കൽ വെക്കരുത്. അതിന് കാര്യം എന്താ? എൻ്റെ പൊന്നെ അവന്മാരടിച്ചു മാറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, വസ്തു വയ്ക്കുന്ന പരിപാടി ഈ കാലത്ത് പ്രായോഗികമല്ല. കാരണം കൊണ്ടുവയ്ക്കാൻ പറ്റുന്ന ആൾക്കാരെ ഇല്ല. ഞാനൊരു കഥ പറയാതിരിക്കാൻ പറ്റിയല്ലോ കേട്ടോ. ഒരു ബാപ്റ്റിസ്റ്റ് പാസ്റ്ററുടെ കഥയാണ്. അവിടെ ഒരു മനുഷ്യന് ഭയങ്കര ദാരിദ്ര്യം, ഒരു നിർവാഹവുമില്ല. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഒരു കാര്യം ചെയ്യാം, ദൈവത്തിനൊരു കത്തയക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ ഒരു കത്തെഴുതി, എൻ്റെ കർത്താവേ ആകെപ്പാടെ വലിയ ദുരിതമാണ്, എങ്ങനെയെങ്കിലും ഒന്ന് സഹായിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞ് കത്തെഴുതി. അപ്പോൾ ഈ കത്ത് പോസ്റ്റ് ഓഫീസിൽ വന്നപ്പം ദൈവത്തിന് അഡ്രസ്സ് ടു ഗോഡ് എന്ന് പറഞ്ഞാൽ എഴുതിയേക്കുന്നത്. എങ്ങോട്ടാണ് കൊണ്ട് കൊടുക്കണേ? അപ്പോൾ അവർ പറഞ്ഞാൽ ശരി, നമ്മൾ അടുത്തൊരു ബാപ്റ്റിസ്റ്റ് ചർച്ചുണ്ട്, അവിടുത്തെ പാസ്റ്റർക്ക് കൊണ്ട് കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് കൊടുത്തു. അപ്പോൾ ഈ എഴുത്തിനകത്ത് $500 ഇദ്ദേഹം ആവശ്യമായിട്ട് പറഞ്ഞിരുന്നത്. $500 വേണം, അങ്ങനെ കിട്ടിയാൽ ഇപ്പോൾ ഒന്ന് നിന്ന് പോകാമെന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. അവിടെ ബാപ്റ്റിസ്റ്റ് പറഞ്ഞു, ഇത്രമാത്രം ദൈവവിശ്വാസമുള്ള ഒരു മനുഷ്യൻ, എത്ര നല്ല മനുഷ്യൻ, നമുക്കതുകൊണ്ട് ഒരു ഓഫറിങ് എടുക്കാം എന്ന് പറഞ്ഞ് ഓഫറിങ് എടുത്തപ്പോൾ $400 കിട്ടി. അപ്പോൾ അതുകൊണ്ടെന്ന് ഈ മനുഷ്യനെ പിറ്റേ ദിവസം തിങ്കളാഴ്ച കൊണ്ട് കൊടുത്തു കഴിഞ്ഞ് അദ്ദേഹം സന്തോഷമായി. പിറ്റേ ആഴ്ച പിന്നെ ഒരു എഴുത്ത്. അപ്പോൾ ആ എഴുത്ത് ബാപ്റ്റിസ്റ്റ് പാസ്റ്റർക്ക് തന്നെ കൊണ്ട് കൊടുത്തു. അപ്പോൾ ഇതിനകത്ത് എഴുതിയേക്കുന്നത്, കർത്താവെ വളരെ ഉപകാരമായി, ഞാൻ ഏതായാലും വലിയ ദുരിതത്തിലായിരുന്നു, എനിക്ക് കിട്ടിയ കാശ് കിട്ടി വളരെ സന്തോഷമായി. പക്ഷേങ്കിൽ ഒരു കാര്യം കർത്താവിനോട് പറയാനുണ്ട്, അടുത്ത പ്രാവശ്യം കാശ് കൊടുത്തയക്കുമ്പോൾ ബാപ്റ്റിസ്റ്റ് പാസ്റ്ററെ കൊടുത്ത് വിടരുത്, അയാൾ $100 എടുത്തേച്ച് ബാക്കിയേ തന്നുള്ളത്. $500 ചോദിച്ചത് $500 കിട്ടിയുള്ളൂ. അപ്പം ഞാൻ പറയുന്നത്, ഈ മനുഷ്യന്മാരെ ആരെയും കൊണ്ട് ഏൽപ്പിക്കാൻ ഒക്കത്തില്ല കേട്ടോ. അവർ മോട്ടിക്കും, അത് ഉള്ള കാശ് തരത്തില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാരില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ വസ്തു വിൽക്കാം, പക്ഷേ എങ്കിൽ വസ്തു വിറ്റ് കാശ് എൻ്റെ കൊണ്ട് തരരുത്. തന്നാ പോയി, കുഴപ്പമായി. കാര്യം ചോദിച്ചാൽ അത് കൈകാര്യം ചെയ്യാനുള്ള ഭക്തിയില്ല മനുഷ്യർക്ക്. എൻ്റെ പൊന്നെ, കള്ളന്മാരുടെ ഗുഹയല്ലയോ ഇന്നത്തെ ആത്മീയ ലോകമെന്ന് പറയുന്നത്. അവരെ കൊണ്ട് കാശ് ഏൽപ്പിച്ചാൽ മതി. എൻ്റെ പൊന്നെ, എന്തോ പണിയാ. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ മുമ്പോട്ട് കയറി പറഞ്ഞു പോയി എന്നതിൽ ക്ഷമ ചോദിക്കുന്നു. ശരി, ആദ്യത്തെ പോയിന്റിലേക്ക് പറയാം. അപ്പോൾ വിശ്വാസികളുടെ കൂട്ടമായിരുന്നു കേട്ടോ. എന്നിട്ട് അവരെക്കുറിച്ച് പറഞ്ഞ കാര്യം എത്ര ഹൃദ്യമായ വാക്കുകളാണെന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവർ ആയിരുന്നു. ഏക ഹൃദയവും ഏക മനസ്സുമുള്ള ആളുകൾ ആയിരുന്നു. അപ്പോൾ ഏക ഹൃദയം എന്ന് പറഞ്ഞപ്പോഴേ അത് ഞാൻ ആദ്യത്തെ ഭാഗമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏക ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? അതൊരു കാര്യം കൂടെ പറയണമായിരുന്നു. ഈ ഏക ഹൃദയവും ഏക മനസ്സും എന്നുള്ളതിൻ്റെ ഒരു ചെറിയ വാക്ക് വ്യത്യാസപ്പെടുത്തിയാൽ ആവർത്തന പുസ്തകത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞ അതേ ആശയം തന്നെയാണ് കേട്ടോ. നിങ്ങൾ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ ദൈവത്തെ സ്നേഹിക്കണമെന്നാണ്. അപ്പം അതിന് പകരം എന്ത് ചെയ്തു? ഇവിടെ ഏക ഹൃദയവും ഏക മനസ്സുമെന്നാക്കി എന്നേ ഉള്ളൂ. അവിടെ വളരെ ഉന്നതമായ ഒരു ക്രമീകരണമാണിത് എന്ന് നമുക്കറിയാം. ഹൃദയം എന്ന് പറയുമ്പോൾ
ഹൃദയം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വികാരങ്ങൾ, മനുഷ്യൻ്റെ തീരുമാനങ്ങൾ, മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ, ഇതൊക്കെ വിശദീകരിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ് ഹൃദയം. അല്ലെങ്കിൽ ഞാൻ പറയാം, ബന്ധങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം? ഹൃദയംഗമായ ബന്ധങ്ങൾ ആയിരിക്കണം. അപ്പം അതാണ് എൻ്റെ ഒന്നാമത്തെ ഈ സഭയുടെ പ്രത്യേകതയായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഹൃദയംഗമായ ആഴമുള്ള വ്യക്തിബന്ധങ്ങൾ ഈ സഭയുടെ പ്രത്യേകതയായിരുന്നു. അതാണ് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. ഹൃദയംഗമായ ഒരേ ഹൃദയമുള്ള ആളുകൾ. ഞാനതിലേക്ക് മടങ്ങി വരാം. രണ്ടാമത് പറഞ്ഞത് മനസ്സ് എന്ന കാര്യത്തെക്കുറിച്ചാണ്. മനസ്സിനെക്കുറിച്ച് പറയുമ്പോൾ അത് ലക്ഷ്യം, തീരുമാനം, അങ്ങനെയൊക്കെയുള്ള പൊതുവായിരിക്കുന്ന അർത്ഥത്തിലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് ഏക വിശ്വാസമുള്ളവരായിരുന്നു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഏക ആഴമായ വ്യക്തിബന്ധങ്ങളുള്ള ആളുകൾ, ദൃഢമായ വിശ്വാസത്തിൽ വ്യക്തതയുള്ള ഏക വിശ്വാസമുള്ളതായിരിക്കുന്ന ആളുകൾ. മൂന്നാമത്തെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്, അവരാരും തങ്ങൾക്കുള്ളത് ഒന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. അപ്പം മറ്റ് മനുഷ്യരുടെ ബുദ്ധിമുട്ടുകളിൽ സഹായിക്കുവാൻ കഴിയുന്ന ഔദാര്യമുള്ള സാമ്പത്തിക നയമുള്ള ആളുകൾ ആയിരുന്നു. ഔദാര്യമുള്ള സാമ്പത്തിക സമീപനമുള്ള ആളുകളാണ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ആദിമസഭയുടെ പ്രത്യേകതയായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത് ആഴമുള്ള വ്യക്തിബന്ധങ്ങൾ, രണ്ടാമത് വിശ്വാസത്തിലുള്ള ദൃഢമായിരിക്കുന്ന ഐക്യം, മൂന്നാമത്തത് ഔദാര്യമുള്ളവരായ മനുഷ്യർ. അപ്പം മൂന്ന് കാര്യങ്ങളാണ് ഈ വേദഭാഗത്ത് അവരെക്കുറിച്ച് പറയുന്നത്. അപ്പം ആദ്യമേ ഞാൻ ആ വ്യക്തിബന്ധങ്ങളെക്കുറിച്ച് പറയാം. നമ്മൾ ബർന്നബാസിനെക്കുറിച്ച് പറയുമ്പോഴേ അല്പം കൂടെ ദീർഘമായിട്ട് പറയാനായിട്ട് സാധിക്കും. ബർന്നബാസിൻ്റെ വ്യക്തിബന്ധങ്ങൾ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. എങ്ങനെയാണ് ഒരു ഭക്തിയുള്ള ദൈവമനുഷ്യന്, ഭക്തിയുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് മറ്റുള്ള മനുഷ്യരെ പരിഗണിക്കേണ്ടത്, എങ്ങനെയാണ് അവരുമായുള്ള ബന്ധം എന്നുള്ളത് ബർന്നബാസിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അദ്ദേഹം ഒരു നല്ല മാതൃകയാണ്. അതിനെക്കുറിച്ച് ഒരുപാട് വിശദമായി ഞാൻ പറയുന്നില്ല, കാരണം ബർന്നബാസിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ അല്പം കൂടെ കാര്യങ്ങൾ പറയാം. എങ്കിലും ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളുടെ സഭ ദൈവഹിതപ്രകാരമുള്ള അനുഗ്രഹിക്കപ്പെട്ട സഭയാണ് എന്ന് പറയണമെങ്കിൽ ഹൃദയംഗമായ വ്യക്തിബന്ധങ്ങൾ നമ്മളുടെ മധ്യത്തിൽ ഉണ്ടാകണം. ഹൃദയംഗമായ വ്യക്തിബന്ധങ്ങൾ, നിർമ്മലമായ, സുതാര്യമായ, ആഴമുള്ള, സ്നേഹമുള്ള വ്യക്തിബന്ധങ്ങൾ ആണ് ആദിമസഭയുടെ പ്രത്യേകതയായിട്ട് പറയുന്നത്. അപ്പോൾ അത് ഞാൻ നിങ്ങളോടും എന്നോടും ചോദിക്കുക, എങ്ങനെയുണ്ട് ബന്ധങ്ങൾ? സ്നേഹിക്കുന്ന പ്രയാസം അല്ലയോ? നമ്മളൊരു സ്നേഹിതൻ പറഞ്ഞു, എൻ്റെ അച്ചായ മനുഷ്യരോടൊന്നും അധികം അടുക്കാൻ പോകരുത്, ഒരു ദൂരം വെച്ച് ആളുകളോട് ഇടപെടാം. അതിനകത്ത് ഒരു ബുദ്ധിയുണ്ട് കേട്ടോ. അധികം അടുത്ത പ്രശ്നമാണ്. ആളുകളൊക്കെ നമ്മൾ അടുത്ത് മനസ്സിലാക്കി കഴിയുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ടാണ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, ആ ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കാനല്ലേ നാം സുവിശേഷം വിശ്വസിച്ചത്? മനുഷ്യരുടെ ജീവിതങ്ങൾ വ്യത്യാസപ്പെടുകയില്ലേ? വലിയ പ്രയാസമാണ്. ഞാൻ ഉൾപ്പെടെ, നിങ്ങളെ എനിക്കൊരു 10-40 വർഷം കൊണ്ടറിയാം അല്ലേ? എന്നെ നിങ്ങൾക്ക് അറിയത്തില്ലയോ? ഒരു 40 വർഷം കൊണ്ടറിയാം. അപ്പോൾ ആദ്യമൊക്കെ ബാബു ജോർജ് സഹോദരൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹുമാനമുള്ള ചില ആളുകളുണ്ടായിരുന്നു കേട്ടോ. അവർ പറഞ്ഞ് എന്തോ സഹോദരനാണെന്നാണ് പറയുന്നത്. പിന്നാണ് ആളിനെ അടുത്ത് മനസ്സിലാക്കാനായിട്ട് അവർക്ക് അവസരം കിട്ടുന്നത്. അപ്പോൾ കുറച്ച് ബഹുമാനം കുറഞ്ഞാണ് കേട്ടോ. അതൊന്നും ഞാൻ അതിനെക്കുറിച്ച് തർക്കിക്കുന്നതൊന്നുമില്ല. എന്നാൽ നമ്മൾ അടുത്ത് പരിചയപ്പെടുന്നതനുസരിച്ച് ആളുകളുടെ സ്വഭാവം നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ അവർ നല്ല മനുഷ്യരല്ല എന്ന് ബോധം വരുന്ന നിലയിലാണ് മനുഷ്യരെങ്കിൽ സുവിശേഷം എന്താ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്? ആളുകളെ അടുത്ത് ദൂരെ നോക്കി പോയി കണിയടിക്കുന്നു, ചിരിക്കുന്നു അല്ലേ? എന്തൊരു നല്ല മനുഷ്യരാ. അടുത്ത് ഇടപെടാൻ നോക്കിയപ്പോഴല്ലേ ആൾക്കാരെ മനസ്സിലാക്കിയാടാ അവൻ വിചാരിച്ച പോലൊന്നും അല്ല, അവൻ പാര വയ്ക്കുന്നവനാണ് എന്നുള്ള കാര്യം മനസ്സിലായത് പിന്നീടാണ്. നല്ല മനുഷ്യർ വളരെ കുറവാകട്ടോ. സുവിശേഷം ജീവിതങ്ങളെ സ്വാധീനിച്ച് അതിനനുസൃതമായ രീതിയിൽ ജീവിതത്തിൽ വ്യതിയാനം വരുത്തിയ, അടുത്ത് ഇടപെടുന്നതനുസരിച്ച് ബഹുമാനം വർദ്ധിക്കുന്ന മനുഷ്യർ വളരെ കുറവാണ്. അത് സങ്കടമാണ്. ദൈവത്തിൻ്റെ സുവിശേഷം നമ്മുടെ ജീവിതങ്ങൾ വരുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നമ്മളെ വ്യത്യാസപ്പെടുത്തുക എന്നുള്ളതാണ്.
സുവിശേഷം നമ്മളെ വ്യത്യാസപ്പെടുത്തണം, നമ്മുടെ സ്വഭാവം മെച്ചമാകണം. കുറ്റവും പറഞ്ഞ് ആളുകളോട് മത്സരിച്ച് ഉപദ്രവമൊക്കെ ഉണ്ടാക്കി ഒക്കെ ജീവിച്ചൊരു കാലമൊക്കെ നമുക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ ഒന്ന് വിട്ടുകളയണം. ഒരു കാര്യം കൂടെ അതിനോട് ചേർത്ത് ഞാൻ പറയാം. നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം നമ്മളുടെ പ്രശ്നങ്ങളെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നതാണ്. നമ്മളുടെ ഏറ്റവും വലിയ ആവശ്യം നമ്മളുടെ പ്രശ്നങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നതാണ്. മറ്റുള്ള ആൾക്കാരെ എല്ലാം നോക്കാനും വിമർശിക്കാനും നമുക്ക് എന്തൊരു ഉത്സാഹമെന്നറിയാമോ? അയ്യോ സഹോദര, ആ സ്ത്രീ, അയ്യോ അവരെന്തോ ഇല്ലയോ, എന്തോ എൻ്റെ പൊന്നെ, കഴിഞ്ഞൊരു ദിവസം ഒരു സഹോദരി അങ്ങ് കുതിച്ച് കയറി. അതെന്താ പ്രശ്നം? വേറൊരു സഹോദരിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആരോപണമാണ്. ഭയങ്കര പ്രശ്നമാണ്. ആരെയും ശ്രദ്ധിക്കേണ്ടെന്നൊന്നും ഞാൻ പറയണില്ല കേട്ടോ. നമ്മൾ അന്യോന്യം കടപ്പാട് ഉത്തരവാദിത്വമൊക്കെ ഉള്ള ആളുകളാണ്. പക്ഷേ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഞാൻ എന്നെ തന്നെയാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അങ്ങനെയുള്ള മനുഷ്യർ കുറവാകട്ടോ. സ്വന്തം കുറ്റം കണ്ടെത്തി തൻ്റെ പരാധീനതകൾ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ കർത്താവേ എന്നെ വ്യത്യാസപ്പെടുത്തണമേ എന്ന് സത്യസന്ധമായി പ്രാർത്ഥിക്കുന്ന ആളുകൾ കുറവാണ്. എല്ലാവരും അതിനെക്കുറിച്ച് ഒരു നീഗ്രോ പാട്ടുണ്ട്. അതിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഇതാ പറയുന്നത്, കർത്താവേ എൻ്റെ പ്രശ്നം എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ അപ്പനും എൻ്റെ അമ്മയും ഒന്നുമല്ല, എൻ്റെ പ്രശ്നം ഞാൻ തന്നെയാണ് എന്നാണ് ആ പാട്ടിൽ പറയുന്നത്. I am the problem, not my father, not my mother, not my wife or my children, but I am the problem. ഞാനാണ് പ്രശ്നം. നമുക്ക് നമ്മിലേക്ക് തന്നെ ശ്രദ്ധയോടുകൂടെ നമുക്കൊന്ന് നോക്കാം. നമ്മളെ മനസ്സിലാക്കുന്ന ആളുകൾ അടുത്തറിയുന്നതനുസരിച്ച്, അയ്യോ ഇദ്ദേഹം സത്യസന്ധനായൊരു മനുഷ്യനാണല്ലോ, ഇദ്ദേഹം ഒരു ഭക്തനാണല്ലോ, ദൈവത്തെ ഭയപ്പെടുന്ന ഒരാളാണല്ലോ എന്ന് മറ്റുള്ളവർക്ക് ബോധ്യമാകുമാറ് ആ നിലയിലുള്ള ഒരു ജീവിതത്തിൻ്റെ വ്യതിയാനം അത് നമുക്കെല്ലാവർക്കും വേണം. അത് നമ്മളുടെ പ്രാർത്ഥന ആയിരിക്കണം. നമ്മൾ പ്രശ്നങ്ങളെ കണ്ടുപിടിച്ച് അതിൽ നമ്മൾ പരിഹാരം കണ്ടുപിടിക്കണം. ഏക ഹൃദയം, അയ്യോ എന്തൊരു ഹൃദയത്തിൻ്റെ യോജിപ്പെന്ന് നോക്കിയല്ലേ. ദൈവമക്കൾ തമ്മിലുള്ളതായിരിക്കുന്ന ഐക്യത, നമ്മളെല്ലാവരും വ്യത്യാസപ്പെടാനായിട്ട് നമ്മുടെ പ്രശ്നങ്ങളെയൊക്കെ അംഗീകരിച്ച് അനുദപിക്കുവാനൊക്കെ മനസ്സ് വെച്ചാൽ നമ്മളുള്ള യോഗ്യത നിശ്ചയമായിട്ടും വർദ്ധിക്കും. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ നോക്കിയാൽ ഐക്യത വരില്ല കേട്ടോ. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിച്ച് അവരെ തിരുത്താനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ വഴക്കാ. എന്നാൽ നമ്മൾ തന്നെ പ്രശ്നങ്ങളെ കണ്ടുപിടിച്ച് നമ്മൾ വ്യത്യാസപ്പെടുവാൻ, മറ്റുള്ള മനുഷ്യരോട് എങ്ങനെ പെരുമാറുവാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് മനസ്സ് വെച്ചാൽ അയ്യോ അത് വലിയ സന്തോഷവും ഐക്യതയുമായിട്ട് തീരും. ഏക ഹൃദയമുള്ള ആളുകൾ ആയിരുന്നു. പിന്നീട് പറഞ്ഞ ഏക മനസ്സെന്ന് പറയുന്നത് വിശ്വാസത്തെക്കുറിച്ച് അതിന് ഊന്നൽ കൊടുത്തിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പം അതിൽ 33-ാമത്തെ വാക്യത്തിൽ പറയുന്നത് അതിൻ്റെ ഒരു വിശദീകരണമാണത്. ഏക വിശ്വാസം. അപ്പസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. അപ്പോൾ ആ വാക്ക് ഞാൻ ആദ്യമേ പറഞ്ഞിട്ട് ഞാൻ ഉപദേശത്തിലേക്ക് വരാം. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. അവിടെ ഇവരുടെ ജീവിതത്തിലുള്ള ഈ ഔദാര്യം, ഈ ജീവിതത്തിൽ വന്നതായിരിക്കുന്ന വ്യത്യാസം, ഈ രൂപാന്തരം, ഇതൊന്നും സ്വയ തീരുമാനത്തിൻ്റെയും സ്വയ പ്രവർത്തനത്തിൻ്റെയും മാത്രം ഫലമായിട്ടുള്ള കാര്യമല്ല. ഇത് ദൈവം ചെയ്ത കാര്യമാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് സുവിശേഷം വരുത്തിയ വ്യതിയാനമാണ്. അല്ലാതെ സദാചാര നിയമങ്ങൾ അനുസരിക്കാനായിട്ട് അവർ മനസ്സ് വെച്ച് അതിനുവേണ്ടി ബുദ്ധമതക്കാരെ പോലെയൊക്കെ മീശ വിഴുമ്പോൾ വരെ സുഖം എന്ന് പറയുന്നതാണ് പറഞ്ഞത്. മീശ ഇങ്ങനെ പിഴും. അതിൻ്റെ തപസ്സിൻ്റെ കാഠിന്യമാണ് അത് കാണിക്കുന്നത്. മീശ പിഴുന്നുണ്ട് എന്ത് പറയണം? ഡിലീൻ സഹോദരൻ എന്താ പറയേണ്ടത്? ബുദ്ധ മതക്കാർ പറയും സുഖം എന്ന് പറഞ്ഞോളൂ. അങ്ങനെ എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, ഈ ത്യാഗവും ഇതുമെല്ലാം സ്വയമായിട്ട് സൃഷ്ടിച്ചെടുത്ത് ദിസ് ഈസ് നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് എ സെൽഫ് മെയ്ഡ് റെസല്യൂഷൻ. അങ്ങനെ ഒരു പരിപാടിയല്ല. ഇത് ദൈവത്തിൻ്റെ കൃപയാണ്. ധാരാളം ദൈവകൃപ ലഭിച്ചു. നിങ്ങൾക്ക് വ്യത്യാസപ്പെടണമെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വളരെ അടുത്ത് വന്നെങ്കിലേ സാധിക്കുകയുള്ളൂ. അല്ലാതെ നമ്മളെല്ലാം ദുഷ്ടന്മാരായിരിക്കുന്ന ആളുകളല്ലയോ. നമ്മൾ വല്ലതും വ്യത്യാസപ്പെടുമോ? എൻ്റെ പൊന്നെ, നമ്മൾ ആരാ പുള്ളികൾ? വ്യത്യാസപ്പെടണമെങ്കിൽ
കർത്താവിൻ്റെ അടുക്കിലേക്ക്, വളരെ അടുക്കിലേക്ക് വരണം. കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെ വിനയപ്പെടുത്തണം. ദൈവത്തിന് പരിശുദ്ധാത്മാവിന് തന്നെ വിധേയപ്പെടുത്തണം. സുവിശേഷം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ നമ്മൾ അനുവദിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധമായിരിക്കുന്ന വ്യതിയാനം ഉണ്ടാകുന്നത്. ധാരാളം ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. അവൻ ചെയ്ത കാര്യങ്ങളെല്ലാം ദൈവം അവരെ സഹായിച്ചതുകൊണ്ട്, ദൈവം അവരെ വ്യത്യാസപ്പെടുത്തിയതുകൊണ്ട് അവർ ചെയ്തായിരിക്കുന്ന കാര്യമാണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്കുകൾ നമുക്കറിയാമല്ലേ. അപ്പോസ്തലനായ പൗലോസിനെ പോലെ ജീവിച്ച ആൾ ലോകത്തിൽ വളരെ കുറവാണ്. അത്രയും ദൈവപ്രസാദകരമായി ജീവിച്ചൊരു മനുഷ്യൻ പറയുകയാണ്, എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവത്തിൻ്റെ കൃപയാണത് ചെയ്തത്. ഐ ഡോണ്ട് ടേക്ക് ക്രെഡിറ്റ്, ഇറ്റ് ഇസ് വാട്ട് ഗോഡ് ഇസ് ഡൺ. ദൈവം ചെയ്തതായിരിക്കുന്ന കാര്യം. എനിക്കൊരു ഇച്ചിരി ചുമയുണ്ട് കേട്ടോ, നിങ്ങൾ തന്നെ സഹിക്കണം. അപ്പോൾ ദൈവം ചെയ്ത കാര്യമാണ്. നമ്മൾ സത്യസന്ധമായിരിക്കുന്ന വ്യതിയാനവും രൂപാന്തരവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വരുത്താനായിട്ട് സാധിക്കൂ. അപ്പോഴേ നമ്മുടെ മധ്യത്തിലെന്ന് പറയാനൊക്കത്തില്ല, സുവിശേഷം പറയുന്ന ആളുകളുടെ മധ്യത്തിലുള്ളൊരു വലിയ കാര്യം. ഈ വാക്യം വായിക്കുമ്പോൾ അവർക്ക് ഭയങ്കര കുതിപ്പാവട്ടോ, കൂടിയ കാര്യം അല്ലയോ, കുതി. അവരെല്ലാവരും സ്വത്ത് പങ്കുവെച്ചു അല്ലേ, സ്വത്ത് പങ്കുവെച്ചു. മുട്ടുള്ളവർ ആരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. എൻ്റെ ദൈവമേ, കമ്മ്യൂണിസം അല്ലേ, എന്തൊരു ഭയങ്കര പരിപാടിയാണ്. കമ്മ്യൂണിസം അല്ലെന്നുള്ള കാര്യം ഞാൻ പിന്നീട് പറഞ്ഞോളാം. ഭയങ്കര ആവേശമാകട്ടോ. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യർ ചെയ്യേണ്ടത്. അല്ലാതെ ഓരോരുത്തരും ദൂചെഴുതും പറഞ്ഞുകൊണ്ട് നടക്കുക, 5 പൈസയുടെ ഗുണവുമില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ അവർക്ക് തെറ്റി. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. ആ സുവിശേഷത്തിൻ്റെ വിശ്വാസവും പ്രഘോഷണവുമാണ് അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യം. നിങ്ങളീ പറയുന്ന വസ്തു വിറ്റ് കൊണ്ടുവന്ന് കൊടുത്തതും ഔദാര്യമായി ചെലവഴിച്ചതും ഒന്നും നിങ്ങളെ രക്ഷിക്കില്ല കേട്ടോ. ഒരു മനുഷ്യൻ തനിക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്താലും അതുകൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. രക്ഷിക്കപ്പെടണമെങ്കിൽ സുവിശേഷം വിശ്വസിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അവർ ചെയ്തതെന്ന് ചോദിച്ചാൽ, അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. അപ്പം സുവിശേഷത്തിൻ്റെ പ്രഘോഷണം, സുവിശേഷം എന്നുള്ളതുകൊണ്ട് ബൈബിളിലെ പുതിയ നിയമത്തിൻ്റെ ആശയങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സുവിശേഷത്തിൻ്റെ പ്രഘോഷണം, സുവിശേഷത്തിൻ്റെ വിശ്വാസം, സുവിശേഷത്തിൻ്റെ സ്വീകരണം, അതിൻ്റെ പ്രഘോഷണം, അതാണ് അടിസ്ഥാനപരമായി പ്രാധാന്യമുള്ള കാര്യമെന്ന് പറയുന്നത്. അതാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫലമായിട്ടാണ് ജീവിതത്തിലെ വ്യതിയാനം എന്ന് പറയുന്നത്. ഇതൊരിക്കലും തിരിക്കരുത് കേട്ടോ. ഇന്ന് സുവിശേഷ പ്രവർത്തനം ചെയ്യുന്ന പല ആളുകൾ, അവർക്ക് ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ആളുകൾക്ക് ചികിത്സ, ഹോസ്പിറ്റൽ സ്ഥാപിക്കും, രോഗികളെ ചികിത്സിക്കും, അവർക്ക് വസ്ത്രം കൊടുക്കും, ആഹാരം കൊടുക്കും, ഇതൊക്കെ കൊടുക്കും. പക്ഷെ ഒരു കാര്യം കൊടുക്കാൻ മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ട്. എന്താ പറയുക? സുവിശേഷം കൊടുക്കാൻ. അത് പറയത്തില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്ന് അവർ പറയുന്നത്. മദർ തെരേസ നല്ല ആളായിരുന്നു കേട്ടോ. പക്ഷേ മദർ തെരേസയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ സുവിശേഷം പറയത്തില്ല. ആ ഒരു പ്രശ്നമാണ് മദർ തെരേസയ്ക്ക്. മദർ തെരേസയുടെ പ്രസ്താവന നിങ്ങൾക്കറിയാമോ? അറിയത്തില്ലെങ്കിൽ ഞാനങ്ങ് പറയാം. അതെന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു, എൻ്റെ അടുക്കൽ ഹിന്ദുവായി വന്നയാൾ ഹിന്ദുവായി മരിക്കും, എൻ്റെ അടുക്കൽ മുസ്ലിമായി വന്നയാൾ മുസ്ലിമായിട്ട് മരിക്കും, എൻ്റെ അടുക്കൽ വന്നവൻ വന്ന പോലെ തന്നെ മരിക്കും. അതെന്തോ സുവിശേഷമായ എൻ്റെ പൊന്നു സഹോദരങ്ങളെ. നമ്മൾ ഒരു മനുഷ്യൻ്റെ ഭൗതിക സ്ഥിതിക്ക് വ്യതിയാനം വരുത്തുന്ന വസ്ത്രവും ആഹാരവും കൊടുത്ത് അവൻ്റെ പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ? അവൻ്റെ ആത്യന്തികമായിരിക്കുന്ന പ്രശ്നം ദൈവത്തോടുള്ള മത്സരവും പാപത്തിൻ്റെ ശിക്ഷയുമല്ലേ? സുവിശേഷമല്ലേ മനുഷ്യനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രാധാന്യമേറിയ കാര്യം? അതല്ലേ? അത് മാറ്റി നിർത്തി നിങ്ങൾ എന്ത് ചെയ്താലും അത് ദൈവഹിതപ്രകാരമുള്ള സുവിശേഷ വേലയാവുകയില്ല. നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു. അതാണ് ഫണ്ടമെൻ്റൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ബിലീവർ ഇസ് ടു പ്രൊക്ലെയിം ദ ഗോസ്പൽ. സുവിശേഷം പറയുക, സുവിശേഷം പ്രഘോഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ഞാൻ കഴിഞ്ഞ ദിവസം കേട്ട ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ പ്രസ്താവന എനിക്കിഷ്ടമായി. അദ്ദേഹം പറഞ്ഞു,
മതങ്ങളും ക്രിസ്തീയ വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിലിജിയൻ ആൻഡ് ക്രിസ്ത്യൻ മെസ്സേജ് ഈസ്, റിലിജിയൻ എന്ന് പറയുന്നതെല്ലാം തത്വശാസ്ത്രമാണ്. അദ്വൈതവാദം, ദ്വൈതവാദം, അല്ലയോ, ഇങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുന്ന ഭയങ്കര കടിച്ചാ പൊട്ടാത്ത ആശയങ്ങളാണ് പലപ്പോഴും മതത്തിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശമെന്ന് പറയുന്നതാണ്. ഭയങ്കര തത്വശാസ്ത്രം. പിന്നെ ഇസ്ലാം മതമാണ് എങ്കിൽ തത്വശാസ്ത്രത്തെക്കാളും ഉപരി മനുഷ്യൻ ചെയ്യേണ്ട ധാർമ്മിക ഉത്തരവാദിത്വങ്ങളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തത്വശാസ്ത്രവും ധാർമ്മികമായ ഉത്തരവാദിത്വങ്ങളുമല്ല. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു സന്ദേശമാണ്, ഒരു സംഭവമാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പസ്തലന്മാരും വിശ്വാസികളും ഒക്കെ എന്തുവാ പറയുന്നതെന്നറിയാമോ? നിങ്ങൾ കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലായോ? എന്താ? യേശു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു, ഒരു കുറ്റവും ചെയ്യാത്തയാളാ. പക്ഷെ മനുഷ്യരെല്ലാവരും കൂടെ പിടിച്ച് അദ്ദേഹത്തെ ക്രൂശിച്ചു, അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. പക്ഷെങ്കിൽ 3-ാം ദിവസം ദൈവം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന യേശു ഒരു സാധാരണ മനുഷ്യനല്ല, അദ്ദേഹം ദൈവം മനുഷ്യനായി തീർന്നയാളാണ്. അദ്ദേഹം പാപരഹിതനാണ്. അദ്ദേഹം കൊല്ലപ്പെട്ടത് തൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയല്ല, നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായിട്ട് ദൈവം അവനെ യാഗമായി അർപ്പിച്ചതാണ്. അപ്പം ഒരു സംഭവത്തിൻ്റെ വിശദീകരണമാണ്, ഒരു സംഭവത്തിൻ്റെ പ്രഘോഷണമാണ്, ആ സന്ദേശമാണ് ക്രിസ്തീയ വിശ്വാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. വി പ്രൊക്ലെയിം എ മെസ്സേജ്. വാട്ട് ഹാപ്പൻഡ് വിത്ത് ജീസസ്? കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് ദൈവം ചെയ്ത കാര്യം, ഹി വാസ് കിൽഡ് ഓൺ എ ക്രോസ് ഓൺ ദാറ്റ് ഫാർ അവേ കൺട്രി. നമ്മൾ പാടിയതുപോലെ അല്ലേ, ദാറ്റ് ക്രോസ് ഓൺ ദാറ്റ് ഹിൽ വാസ് ലിഫ്റ്റഡ്. ബട്ട് ദാറ്റ് വാസ് നോട്ട് ദി എൻഡ് ഓഫ് ദ സ്റ്റോറി. എന്നുള്ളത് ആ സന്ദേശത്തിൻ്റെ അവസാനമായിരുന്നില്ല. 3-ാം നാളിൽ കർത്താവായ യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് കല്ലറകളെ തുറന്ന് അവൻ പുനരുത്ഥാനം പ്രാപിച്ചു എന്നുള്ള കാര്യം മഹാശക്തിയോടെ. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, ഈ സന്ദേശത്തിന് പകരം വയ്ക്കാനായിട്ട് വേറെ ഒരു സന്ദേശവും ഈ ലോകത്തിലില്ല. മനുഷ്യരൊക്കെ ധാർമ്മികതയൊക്കെ പറയും കേട്ടോ, നിങ്ങളിങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് പറയും. പക്ഷെങ്കിൽ അവർക്ക് പറയാനായിട്ടൊരു സന്ദേശമില്ല. ഞാൻ മുസ്ലിം സ്നേഹിതന്മാരോടും ഹിന്ദുക്കളോടും ഒക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും, നിങ്ങൾക്ക് പാപമോചനത്തിനായിട്ട് ദൈവം എന്തെങ്കിലും ചെയ്തതിനെക്കുറിച്ച് പറയാനുണ്ടോ? എൻ്റെ പാപമോചനത്തിനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ക്രമീകരണം, ഞാൻ ചെയ്യുന്ന കാര്യമല്ല, എനിക്ക് വേണ്ടി ദൈവം ചെയ്തതിനെക്കുറിച്ചുള്ളൊരു സന്ദേശം നിങ്ങൾക്ക് പറയാനുണ്ടോ? ഇല്ല. അതൊരു സന്ദേശം മാത്രമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശമാണ്. നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് നമുക്ക് പകരക്കാരനായി കൊല്ലപ്പെട്ട് പാപത്തിന് ശിക്ഷയ്ക്ക് പരിഹാരം വരുത്തി അതിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും രക്ഷ സൗജന്യമായി നൽകുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതാണ്. അപ്പം അവർ സുവിശേഷം വിശ്വസിച്ച ആളുകളായിരുന്നു. സുവിശേഷം അതിൽ ദൃഢമായി ഉറച്ച ആളുകളാണ്. അവർ സുവിശേഷത്തിൻ്റെ പ്രഘോഷണമാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വമായിട്ട് കണക്കാക്കുക. അതാണ് ഞാൻ രണ്ടാമത് പറയാൻ അയക്കുന്നത്. അവരുടെ വ്യക്തിബന്ധങ്ങൾ ഏറ്റവും ഹൃദ്യമായ ആകർഷണീയമായ വ്യക്തിബന്ധങ്ങളാണ് അവർക്കുണ്ടായിരുന്നത്. അവർക്ക് സുവിശേഷത്തിൽ അപാരമായ ഉറപ്പും ധൈര്യവുമുള്ള ആളുകളായിരുന്നു എന്നതാണ് രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. മൂന്നാമത്തെ കാര്യമാണ് കുറച്ച് വിശദമായിട്ട് ഇവിടെ ലൂക്കോസ് പറയുന്നത് അവരുടെ സാമ്പത്തിക നയം, എങ്ങനെയാണ് അവർ സമ്പത്തിനെ കണക്കാക്കിയത് എന്നതിനെക്കുറിച്ചാണ്. അപ്പം ഇതാണ്, ഇങ്ങനെ പറഞ്ഞാണ് ലൂക്കോസ് തുടങ്ങുന്നത്. തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. അപ്പം അതിനെക്കുറിച്ച് ഒരു കാര്യം ഞാൻ എൻ്റെ മുഖവുരിയായിട്ട് അങ്ങ് പറയാം. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാവരും വസ്തു വിറ്റ് അത് കൊണ്ടുവന്ന് സഭയിൽ തരികയും പിന്നെ എല്ലാവരും വിറ്റ് കഴിയുമ്പോൾ അതെന്ത് ചെയ്യുക, തുല്യമായിട്ട് വിഭാഗിച്ച് എല്ലാവർക്കും കൊടുക്കുക. ആ ഒരു രീതി ബൈബിളിൽ നിർദ്ദേശിച്ചിട്ടില്ല കേട്ടോ. ഇവിടെ അങ്കമാലിയിലെങ്ങാണ്ടൊരു ആൾക്കാരുണ്ട്, അവരുടെ അടുത്ത് വരുന്ന ആൾക്കാരെന്ത് ചെയ്യണം, അവർ വസ്തു വിറ്റ് ആ കാശും കൊണ്ട് വേണം അവിടെ. അയ്യോ എൻ്റെ പൊന്നെ, എന്തൊരു ഭയങ്കരമായ വഞ്ചനയാണ്. കാശ് വേണമെന്ന് പറയുന്ന എല്ലാം കള്ളത്തരമാകും കേട്ടോ.
നിങ്ങൾ കാശ് വേണമെന്ന് ചോദിക്കുന്ന ഒരിടത്തും പോകരുത്, അത് മുഴുവനും കളിപ്പീരാണ്. അങ്ങോട്ട് ചെല്ലാൻ കാശ് വേണമെന്ന് പറഞ്ഞാൽ അവിടെ ഓടിക്കോണം, കാരണം അത് കളിപ്പീരാണ്. അങ്ങനെ ഒരു പരിപാടിയില്ല. ഇവിടെ ഇവർ വസ്തു വിറ്റു എന്നൊക്കെ പറയുന്നതായിട്ടുള്ള കാര്യം നമ്മൾ പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ഇച്ചിരി വിശദമായിട്ട് പറയാം. എൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഒരു പ്രത്യേക നമ്മൾ പറയും ഡിസ്ക്രിപ്റ്റീവാണ്, അല്ലാതെ പ്രിസ്ക്രിപ്റ്റീവ് അല്ല എന്ന് പറയും. ഇത് നമുക്കൊരു കൽപ്പനയായിട്ട് തന്നതല്ല, അവർ ചെയ്തതിനെക്കുറിച്ചുള്ളൊരു വിശദീകരണമായിട്ട് പറഞ്ഞതാണ്. അവരങ്ങനെ ചെയ്യാനുള്ള കാരണം പെന്തക്കോസ് നാളിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള യഹൂദന്മാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അതിൽ 10,000 പേര് സുവിശേഷം കേട്ട് വിശ്വസിച്ചു. പക്ഷേ അവർ പിന്നെ പോകത്തില്ല, അവർ യെരുശലേമിൽ തന്നെ താമസിക്കുക. അയ്യോ, ഇത്രയും മനുഷ്യനെ എങ്ങനെയാണ് പോറ്റി പുലർത്തുന്നത്? അത് സഭയ്ക്കൊരു വലിയ ഉത്തരവാദിത്വമായി കേട്ടോ. അതൊരു പ്രത്യേക സാഹചര്യമാണ്. യെരുശലേമിൽ വന്ന ദൂര സ്ഥലത്ത് നിന്ന് വന്നതായിരിക്കുന്ന ആളുകൾ അവിടെ തന്നെ താമസിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അവർക്കൊരു താമസം ഒരുക്കുകയും അവർക്ക് ക്രമീകരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യാമെന്ന് പറയുന്നത് അന്നത്തെ സഭയുടെ ഉത്തരവാദിത്വമായിട്ട് മാറി. അപ്പോൾ അതുകൊണ്ടാണ് സന്മാരായിരിക്കുന്ന ആളുകൾ തങ്ങൾക്കുള്ളതൊക്കെ വിറ്റ് കൊണ്ടുവന്ന് അങ്ങനെ ഒരു ക്രമീകരണം ഉണ്ടാക്കാനായിട്ട് മനസ്സ് വെച്ചത്. അതിന് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. മറ്റ് ഒരിടങ്ങളിലും അവരങ്ങനെ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല. എന്നാൽ ഇവർ കാണിച്ച മനോഭാവം നമുക്ക് എല്ലാവർക്കും വേണ്ട മനോഭാവമാണ് കേട്ടോ. സമ്പത്തിനെ സംബന്ധിച്ചുള്ള ദൈവഹിത പ്രകാരമുള്ള മനോഭാവം എന്ന് പറയുന്നത്, ഒന്നാമത് അതിനെക്കുറിച്ച് പറയാൻ കഴിയുന്ന കാര്യം, തനിക്കുള്ളതൊന്നും ആരും സ്വന്തം എന്ന് പറഞ്ഞില്ല. അയ്യോ, അതൊരു ഭയങ്കര പരിപാടിയാണെന്നല്ലോ. സ്വന്തം എന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യം എന്താ? എനിക്കുള്ള സമ്പത്ത് എൻ്റേതല്ല. എത്ര പേരങ്ങനെ പറയുന്നുണ്ട്? ഞാൻ ഉൾപ്പെടെ. എനിക്കുള്ള സമ്പത്ത് എൻ്റേത്, എൻ്റേതെന്ന് പറഞ്ഞാൽ ബാക്കി പറയാൻ പ്രയാസം ഇല്ലയോ എന്ന് പറഞ്ഞാൽ ഒരു സത്യവിശ്വാസി തനിക്ക് ലഭിച്ചതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. തനിക്ക് ലഭിച്ച സമ്പത്ത് ദൈവം തന്നെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വമാണ്. അത് ഉപയോഗിക്കാനായിട്ട് ദൈവം എനിക്ക് തന്നതാണ്. അത് എൻ്റെ ഇഷ്ടമനുസരിച്ച് കൈകാര്യം ചെയ്യാനല്ല. ഐ ആം ഓൺലി എ സ്റ്റ്യൂവർഡ് ഓഫ് ഗോഡ്സ് റിച്ചസ്. ദൈവത്തിൻ്റെ സമ്പത്ത് കൈകാര്യം ചെയ്യുവാൻ എനിക്ക് കഴിയും എന്ന് വിചാരിച്ച് ദൈവം തൻ്റെ സമ്പത്ത് തന്നെ ഏൽപ്പിച്ചതാണ് എന്ന മനോഭാവമാണ് ഒരു സത്യവിശ്വാസിയുടെ മനോഭാവം. ദാറ്റ് ഷുഡ് ബി അവർ ആറ്റിറ്റ്യൂഡ്. ഈ കിട്ടിയതൊന്നും എൻ്റേതല്ല, ഇത് ദൈവം എനിക്ക് തന്നതാണ്, ദൈവത്തിൻ്റെ ദാനമാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം അതിനെക്കുറിച്ച് ആദ്യമായിട്ട് പറയുന്നത്. പറയാൻ വിഷമമായില്ലയോ? പറയുമോ? എൻ്റെ ഈ കിട്ടിയതൊന്നും എൻ്റേത് അല്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ രണ്ട് കാര്യം അതിൽ സംഭവിക്കണം കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എൻ്റേതാണ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ കാര്യം എന്തുവാ? അഹങ്കാരമായില്ലയോ? ഇല്ലയോ? എൻ്റേതാണ് എങ്കിൽ എൻ്റെ കൈയും എൻ്റെ മിടുക്കും കൊണ്ട് ഞാൻ നേടുന്നില്ലയോ? ഞാൻ നിങ്ങളെ പോലെ ആണോ? എനിക്ക് കൂടുതൽ പൈസ ഇല്ലയോ? ഞാൻ ആരാ പുള്ളി? ഞാൻ കൂടിയ ആളാ കേട്ടോ. എനിക്ക് അഹങ്കരിക്കാനായിട്ട് അവസരമുണ്ട്. എന്നാൽ എൻ്റേതല്ല, ഇത് ദൈവം എനിക്ക് തന്നതാണ്. ദൈവം എനിക്ക് എന്നോട് കരുണ ചെയ്ത് അതിനുള്ളൊരു സാഹചര്യവും അതിനുള്ളതായിരിക്കുന്ന മുഖാന്തരങ്ങളും ഒക്കെ ദൈവം ഒരുക്കി എനിക്ക് ദൈവം തന്നതാണ് ഈ സമ്പത്ത് എന്നുള്ള ബോധം. അത് അതീവ പ്രാധാന്യമുള്ള ഒരു തീരുമാനമാണ്, അതീവ പ്രാധാന്യമുള്ള സമ്പത്തിനുള്ളൊരു സമീപനമാണ്. പിന്നെ രണ്ടാമതൊരു കാര്യം കൂടെ എന്നോട് ചേർത്ത് പറയാം. എൻ്റേതല്ല എന്ന് പറഞ്ഞപ്പോൾ അതിനോട് ചേർത്ത് പറയുന്ന കാര്യം എന്താ? എനിക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാനുള്ളതല്ലെന്ന്. സ്വാർത്ഥത, അഹങ്കാരം, സ്വാർത്ഥത, ഇതിന് രണ്ടിനും സമ്പത്തിനോടുള്ള ബന്ധത്തിൽ നമുക്ക് സ്ഥാനമില്ല. നമ്മുടെ സമ്പത്ത് ആരുടെയാ? ഇപ്പം നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഉടനെ നിങ്ങൾ എഴുന്നേറ്റ് എന്താ പറയും? എൻ്റെ സമ്പത്ത് ആരുടെയാ? ദൈവത്തിൻ്റെ. ശരിക്കും എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, ഈ സമ്പത്തിനുള്ള പിടിവിടാൻ വലിയ പ്രയാസമാകും കേട്ടോ. ഈ പിടിവിടാനായിട്ട് എന്തൊരു ഭയങ്കര പ്രയാസം. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് കെട്ടിപ്പിടിച്ചോണ്ടെങ്കിൽ ഇരിക്കുമല്ലയോ? എൻ്റെ പൊന്നെ, അതിനോടുള്ള സ്നേഹം, അതിനായി ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത് കേട്ടോ. ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത് വിഗ്രഹാരാധനയാണ്. പണം ഒരുപാട് കിട്ടുന്നത് അപകടമാകട്ടോ. കാരണം അതിനോടുള്ള സ്നേഹം
ദൈവത്തോടുള്ള സ്നേഹത്തെ മാറ്റിക്കളയും. പണം നമ്മുടെ ഹൃദയത്തെ കവർന്നു കളയും. നമ്മുടെ ധൈര്യം അതിലേക്ക് മാറിപ്പോകും. അത് അപകടകരമായ കാര്യമാണ്. വളരെ ഭക്തനായിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ജോൺ വെസ്ലി എന്ന് പറയുന്നയാൾ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥനയല്ല, തീരുമാനമാണ്, എനിക്ക് പണം കിട്ടിയാൽ ആ പണം എൻ്റെ ഹൃദയത്തെ കവരുന്നതിന് മുന്നമേ ഞാൻ ആർക്കെങ്കിലും കൊടുത്തിരിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് പണം കിട്ടിയാൽ ആ പണം എൻ്റെ ഹൃദയത്തെ കവരുന്നതിന് മുന്നമേ ഞാൻ അത് ഏതെങ്കിലും നിലയിൽ ദൈവനാമമഹത്വത്തിനായിട്ട് അത് ചെലവഴിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. നിങ്ങളെല്ലാവരും കിട്ടിയ ഉടനെ ചെലവഴിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും അതൊരു തീരുമാനമായിട്ട് എടുക്കണം. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ, കർത്താവേ, നീ എനിക്ക് എന്തെങ്കിലും സമ്പത്ത് തന്നാൽ ആ സമ്പത്ത് എൻ്റെ ഹൃദയത്തെ കവർന്നു കളയുവാൻ നീ അനുവദിക്കരുത്. ആ നിലയിലൊരു മനോഭാവം എന്നിൽ നിലനിർത്തണം. ഇത് ദൈവം തന്നതാണ്, ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിന് ഹിതപ്രകാരം ഉപയോഗിക്കുവാൻ വേണ്ടി ദൈവം എന്നെ ഏൽപ്പിച്ചതാണ് എന്ന ആ ഒരു ബോധ്യം എൻ്റെ ഹൃദയത്തിൽ നിലനിർത്തണം. എത്ര അനുഗ്രഹീതമായൊരു സമീപനമാണ് അല്ലേ? ഒന്നും സ്വന്തമെന്ന് പറഞ്ഞില്ല, സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. അത് ഭക്തന്മാർ വളർത്തിയെടുക്കേണ്ട പണത്തോടുള്ള സമീപനമാണ്. പണം സ്വന്തമാണ് എന്ന് കരുതുകയില്ല, അത് ദൈവത്തിൻ്റെ ദാനമാണ് എന്നെല്ലായ്പ്പോഴും ചിന്തിക്കും. അതാണ് പണത്തോടുള്ള ശരിയായ സമീപനം. അതാണ്, പണം എൻ്റെ സ്വന്തമല്ല, ദൈവം എനിക്ക് തന്നതാണ്, ദൈവം എന്നെ ഏൽപ്പിച്ചതാണ്. അതെങ്ങനെ ചെലവഴിക്കും എന്നുള്ള കാര്യത്തിന് ഞാൻ ഇനി അവസാനം കർത്താവിന് കണക്ക് കൊടുക്കണം. അപ്പോൾ ദൈവം എനിക്ക് തന്നതാണ്, ദൈവം എന്നെ ഏൽപ്പിച്ചതാണ്. ദശാംശം കൊടുക്കുന്നതിനെക്കുറിച്ച് ഹാർവർഡ് ഹെൻഡ്രിക്സ് എന്ന് പറയുന്ന വളരെ നല്ല പ്രസ്താവനകൾ പറയുന്നയാളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, 10% ദൈവത്തിന് കൊടുക്കുക, പിന്നെ 90%കുറിച്ച് പിന്നെ ആരോടൊന്നും ഒന്നും പറയണ്ടല്ലോ, ബാക്കി നമ്മുടെ ഇല്ലയോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ പണി മനസ്സിരിക്കട്ടെ, 100% കർത്താവിൻ്റെയാണ്. ഈ 100% ഏത് നിലയിൽ ചെലവഴിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് കർത്താവിന് കണക്ക് കൊടുക്കണം. എൻ്റേത് എനിക്കിഷ്ടമുള്ളതുപോലെ ചെലവഴിക്കാം എന്ന ചിന്ത ഒരു ഭക്തനെ സംബന്ധിച്ച് തനിക്ക് ലഭിച്ച ഒരു പണത്തെക്കുറിച്ച് ഒരിക്കലും സാധിക്കുന്ന ചിന്തയല്ല. ഇത് കർത്താവിൻ്റെ വകയാണ്, കർത്താവ് എനിക്ക് തന്നതാണ്. ഇതിന് അവസാനം വരുന്നുണ്ട്, കർത്താവിനോട് ചോദിക്കും, കുഞ്ഞെ നീ ഈ കാശൊക്കെ എങ്ങനെയാണ് ചെലവഴിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ കർത്താവിന് മുമ്പ് നിൽക്കുമ്പോൾ പറയണം, കർത്താവെ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇത് ചെലവഴിച്ചത്. ഉടനെ കർത്താവ് പറയാം, കൊള്ളാം മോനെ, നീ അത് നന്നായിട്ടാണ് ചെലവഴിച്ചത്. അത് നമ്മൾക്ക് ആവശ്യമായിരിക്കുന്ന സമീപനമാകും കേട്ടോ. അപ്പോൾ അതാണ് സമ്പത്തിനെ കുറിച്ച് ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, മുട്ടുള്ളവർ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥന്മാരായവരൊക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും. പിന്നെ ഓരോരുത്തരും അവനവൻ്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും. അപ്പോൾ സമ്പത്തിനെക്കുറിച്ച് രണ്ടാമത്തെ സമീപനം എന്ന് പറയുന്നത് പങ്കുവയ്ക്കുവാനുള്ള മനസ്സാണ്, കൊടുക്കാനുള്ള മനസ്സ്. പിശുക്കന്മാരെന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, പിശുക്കന്മാർ. അപ്പം ഡച്ചുകാർ പിശുക്കന്മാരാകട്ടോ. ഗോ ഡച്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നമ്മൾ പിന്നെ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്, അപ്പോൾ പറയും ഗോ ഡച്ച് എന്ന് പറഞ്ഞാൽ എന്തറിയാമോ? ഓരോരുത്തരും ചായ കുടിച്ചാൽ അവനവൻ കാശ് കൊടുത്തോണമെന്ന്. അതാണ് ഈ ഗോ ഡച്ച് എന്ന് പറഞ്ഞാൽ, അതതിൻ്റെ അർത്ഥം. ഡച്ചുകാർ സഭയിൽ വന്നാൽ സ്വോത്ര കാഴ്ച സമയത്ത് ഒരാൾ മോഹാത്സ്യപ്പെടും. അദ്ദേഹത്തെ എടുത്തുകൊണ്ട് ബാക്കിയുള്ള ഡച്ചുകാർ വെളിയിലേക്ക് പോകും. അപ്പോൾ പിന്നെ ആരും സ്വോത്ര കാഴ്ചയിടേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് ഡച്ചുകാരുടെ സമീപനം. അങ്ങനെ അത് കേട്ടിട്ടുണ്ട്. കാശ് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ, കൈ അങ്ങോട്ട് അയത്തില്ല. തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് കൊണ്ടുവന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു മഹാമനസ്കതയാണ്. ഞാൻ കൊടുക്കത്തില്ല കേട്ടോ, ഞാൻ കൊടുക്കൂല, അത് വേറെ കാര്യം. അത്രയും കൂടെ വിശാലതൊന്നും എനിക്കില്ല, അത്രയും ദ്രവ്യാഗ്രഹം ഇല്ലാത്തൊരു മനസ്സും എനിക്കില്ല. അങ്ങനെ വന്നാൽ കൊള്ളാവുന്നൊരാഗ്രഹം കൊണ്ട് കേട്ടോ. ഒന്നും എൻ്റേതല്ല, കർത്താവ് എല്ലാം കൊടുക്കണമെന്ന് പറഞ്ഞാലും കൊടുക്കുക. അങ്ങനെ കൊടുത്ത ആളുകളുണ്ട്. ഇദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ചൈനയിലൊക്കെ പോയ ആളാണല്ലോ, CT സ്റ്റഡ്. ഭയങ്കര സമ്പന്നനായിരുന്നു കേട്ടോ, CT സ്റ്റഡ്. അദ്ദേഹം ഇംഗ്ലണ്ടിലെ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനൊക്കെ ആയിരുന്നു. ഒത്തിരി കാശുണ്ടാക്കിയ ആളാണ്. അപ്പോൾ അദ്ദേഹം സുവിശേഷ വിലയ്ക്ക് പോകാൻ തീരുമാനിച്ച് പറഞ്ഞു, എനിക്കുള്ളത് മുഴുവനും വിൽക്കുക, എന്നിട്ട് അത് കൊടുക്കുക, അതിന് ശേഷമേ ഞാൻ പോകുന്നുള്ളൂ. അങ്ങനെ പോയാളാ CT സ്റ്റഡ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള മനുഷ്യരുണ്ട് കേട്ടോ.
ഇന്ത്യയിൽ വന്നതായിരിക്കുന്ന പല ഭക്തന്മാരും അങ്ങനെ തങ്ങളുള്ളതൊക്കെ ഉപേക്ഷിച്ച് കർത്താവ് മതിയാകുമെന്ന് വിചാരിച്ച് വന്ന ആൾക്കാരാണ്. നിങ്ങൾക്കുള്ളതൊന്നും വിറ്റ് നിങ്ങൾ ആർക്കും കൊടുക്കണ്ട, അത് ഞാൻ പറയാം. എങ്കിലും വിൽക്കാൻ പറഞ്ഞാൽ വിൽക്കാനുള്ളൊരു മനസ്സ് വേണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവിന് കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കാനുള്ളൊരു മനസ്സ് വേണം. ആ നിലയിലുള്ളൊരു സമീപനമുണ്ടാകണം. ഒരിക്കലും ഒരാൾ പ്രാർത്ഥിക്കുകയാണ്, കട്ടിലിരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. അവിടെ തൻ്റെ മനസ്സിൽ പറഞ്ഞിടാ, കട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ അത്രയും ഒരു ശരിയാകുകയില്ല, നിലത്ത് മുട്ടുകുത്തി അങ്ങ് പ്രാർത്ഥിച്ചാൽ എന്താ കുഴപ്പം? അപ്പോൾ കുറച്ചുകൂടി ഒരു താഴ്മയാണല്ലോ. നിലത്ത് നോക്കിയപ്പം ചെളിയുള്ള പൊടിയൊക്കെയുള്ള നിലമാണ്. അപ്പോൾ പറഞ്ഞ കർത്താവെ, നിലത്തിന് പ്രാർത്ഥിച്ചാലും കട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും വല്ല വ്യത്യാസമുണ്ടോ? കട്ടിലിരുന്നൊക്കെ പ്രാർത്ഥിക്കാം. അപ്പോൾ പിന്നെ ഒരു പ്രയാസം, എടാ ചെളിയാന്ന് പറഞ്ഞ് ഈ താഴെ മുട്ടുകുത്താൻ വയ്യാന്ന് പറയുന്നത് അതൊരു സമർപ്പണത്തിൻ്റെ കുറവല്ലേ? ശരി, ഞാനങ്ങ് മുട്ടുകുത്തുക. അങ്ങനെ തീരുമാനിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിൽ പറഞ്ഞു, നീ മുട്ടുകുത്തണ്ട. അത് പറഞ്ഞു, നീ കട്ടിലിരുന്ന് പ്രാർത്ഥിച്ചോളാൻ. മുട്ടുകുത്താൻ മനസ്സുള്ളയാൾ നിലത്ത് മുട്ടുകുത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. മുട്ടുകുത്തുകയിലെന്ന് പറയുന്നയാൾ കട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കൂല കേട്ടോ. മുട്ടുകുത്താൻ മനസ്സുണ്ടെങ്കിൽ മുട്ടുകുത്തേണ്ട കാര്യമില്ല പലപ്പോഴും. പക്ഷെ മുട്ടുകുത്താൻ മനസ്സില്ലെങ്കിൽ മുട്ടുകുത്താൻ മനസ്സിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. തനിക്കുള്ളതൊക്കെയും വിറ്റ്, എല്ലാം വിറ്റോന്ന് നമുക്കറിയത്തില്ല. കാര്യം സമ്പന്നന്മാരായിരിക്കുന്ന ആളുകൾ അവർക്കുള്ളതെല്ലാം വിറ്റു എന്നൊന്നും ഇവിടെ പറയുന്നില്ല. മാത്രമല്ല, പിന്നീട് പത്രോസിന് മാളികയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പം അവരെല്ലാം ഒന്നും വിറ്റില്ലല്ലോ. എല്ലാവരും വിറ്റില്ല, ചില ആളുകളെ വിറ്റുള്ളൂ. ചില ആളുകൾക്ക് അത്രയും ആവേശമുണ്ടായി, അവരത് ചെയ്തു. എല്ലാവരോടും ചെയ്യാനായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു മറുവശം കൂടെ ഞാൻ പറയാം. ആവശ്യമുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ളതായിരിക്കുന്ന മനസ്സ് അങ്ങനെ സമ്പത്തുള്ള ആളുകൾക്കുണ്ടാകണം. ബുദ്ധിമുട്ടുള്ള ആളുകളെ സഹായിക്കാനുള്ളതായിരിക്കുന്ന ഒരു മനസ്സ് സമ്പന്നന്മാരായിരിക്കുന്ന ആളുകൾക്കുണ്ടാകണം. ഇനി മറുവശത്ത് ഞാൻ പറയാം, ബലഹീനരായിരിക്കുന്ന ആളുകളെക്കുറിച്ച് ഞാൻ പറയാം. ആരുടെയും സഹായം കൂടാതെ ദൈവം തന്ന സാഹചര്യങ്ങൾ മതിയാകും എന്ന് ചിന്തിക്കാനുള്ള മനസ്സ് ബലഹീനരായിരിക്കുന്ന ആളുകൾക്ക് വേണം. ആരുടെയും സഹായം കൂടാതെ ദൈവം തന്നതായിരിക്കുന്ന ഈ സാഹചര്യം മതിയാകും, ഇവിടെ ജീവിക്കാനായിട്ട് എനിക്ക് കഴിയും എന്ന രീതിയിലൊരു സംതൃപ്തി. ചില ബുദ്ധിമുട്ടിൻ്റെ സമയത്ത് മനുഷ്യരോട് കടം വാങ്ങിക്കുകയും അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ഞാൻ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ദൈവം നമുക്ക് തന്നതായിരിക്കുന്ന സാഹചര്യത്തിൽ സംതൃപ്തിയോടെ ജീവിക്കാനുള്ളതായിരിക്കുന്ന ഒരു മനസ്സില്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര കാശ് കിട്ടിയാലും സംതൃപ്തി വരികയില്ല. നമുക്ക് ലഭിച്ച സാഹചര്യത്തിൽ സംതൃപ്തി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര എന്തെല്ലാം കിട്ടിയാലും സംതൃപ്തി വരികയില്ല. കാരണം സംതൃപ്തി എന്ന് പറയുന്നത് എത്രയും ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു അളവല്ല കേട്ടോ. കിട്ടിയതിൽ മതി എന്നുള്ളതായിരിക്കുന്ന തീരുമാനമാണ് സംതൃപ്തി എന്ന് പറയുന്നത്. നമ്മുടെ സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്താനായിട്ട് കൂടുതൽ അധ്വാനിക്കാൻ അവസരമുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യണം. സമ്പത്ത് വർദ്ധിപ്പിക്കാനായിട്ട് സാഹചര്യമുണ്ടെങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ട് ഇത് ചെയ്യണം. എന്നാൽ ഇന്ന് എനിക്ക് ലഭിച്ച സമ്പത്തിൽ ഞാൻ സംതൃപ്തിയോടെ ജീവിക്കുമെന്നുള്ള തീരുമാനമില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സംതൃപ്തിയോടെ ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല. അത് ഒരു ഭയങ്കര അനുഗ്രഹം. ഞാൻ ഗുജറാത്തിൽ പോയത് എനിക്കിഷ്ടമായി കേട്ടോ. അവിടെ പ്രവർത്തിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഒരു മീറ്റിംഗ് ഒരു സ്ലമ്മിലായിരുന്നു. സ്ലം എന്നുള്ളതിന് മലയാളം എന്തുവാ എനിക്കറിയില്ല. ശരി, അവിടെയായിരുന്നു കേട്ടോ. ഒരു 10 ഫാമിലിക്കാർ താമസിക്കുന്ന സ്ഥലമാണ്, പുറമ്പോക്കാണ്. അപ്പോൾ അവിടെ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടി 4-5 കമ്പുമൊക്കെ വെച്ച്, പിന്നെ അത് സൈഡുമൊക്കെ മറിച്ച് അതിനുള്ളിലാണ് മനുഷ്യർ താമസിക്കുന്നത്. അപ്പം ഞാൻ ചെന്ന ആ വീട്ടിൽ 6 പിള്ളേരോട്ടുണ്ട്, ഭാര്യയും ഭർത്താവും 6 പിള്ളേരും. ഞാൻ വിചാരിക്കുന്നു നമ്മളുടെ സാധാരണ റൂമിൻ്റെ പകുതി മാത്രം വലിപ്പമുള്ള ഒരു ചെറിയ മുറിയിലാണ് താമസിക്കുന്നത്. വെള്ളമില്ല, വെളിച്ചമില്ല, മണ്ണെണ്ണ വിളക്ക്, ജീവിതത്തിൽ യാതൊരു സാഹചര്യമില്ല കേട്ടോ, ഒന്നുമില്ല. കട്ടിലില്ല, അവിടെ നിലത്ത് പായ് വിരിച്ച് മനുഷ്യർ കിടക്കുക. അവർക്ക് ജീവിക്കാൻ പറ്റുമോ? സാധിക്കുന്നേ. ഞാൻ അവിടെ മുഖത്ത് നോക്കി എൻ്റെ ദൈവമേ നല്ല സന്തോഷം, പാട്ട് പാടുന്നു. ഈ സുമസി കർത്താവ് നല്ലവനാന്ന്. അത് ശരി, നിങ്ങൾ പാട്ട് പാടുന്നുണ്ടോ? കിട്ടിയത് പോരാന്ന് പറഞ്ഞിരിക്കുകയല്ലേ? അത് ശരി, എനിക്ക് പോരാന്ന്. എന്നെക്കാളും വലിയ വീട് അയലോക്കക്കാരനുണ്ട്,
അത്രയും വലുത് എൻ്റെ വീട് അത്രയും വലിയ വീടല്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ സന്തോഷമായിട്ട് ജീവിക്കണേ? ജീവിക്കാമെന്ന് എൻ്റെ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ എന്ത് തന്നെയായിരുന്നാലും ദൈവം മതിയാകും, ദൈവം എന്നെ പുലർത്തും എന്ന് വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാനായിട്ട് ദൈവം മനുഷ്യർക്ക് സാധിക്കും. അത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അത്ഭുതകരമായ കാര്യമാണ്. ഞാനവിടെ ഒരു കാര്യം പറഞ്ഞപ്പം ഒരു ബലഹീന സഹോദരി, അവർക്ക് വിദ്യാഭ്യാസം എന്നുള്ള ആളല്ല കേട്ടോ, അവർ സ്കൂളിലൊന്നും പോയിട്ടുള്ള ആളല്ല. ഞാൻ വലിയ ഇംഗ്ലീഷൊക്കെ പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലാവുന്നതെന്ന് എനിക്ക് വിചാരമില്ല. പരിഭാഷപ്പെടുത്തി എന്നുള്ള കാര്യം ശരിയാണ്, എങ്കിലും വലിയ കൊച്ചിനെ കട്ടിയായ ആശയമൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അവർ ഒരു സാക്ഷ്യം പറഞ്ഞു. അവർ പറഞ്ഞു, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യം എന്ത് തന്നെയായിരുന്നാലും ദൈവത്തെ സ്നേഹിച്ച് ജീവിച്ചാൽ സന്തോഷത്തോടെ ജീവിക്കാൻ ഒക്കും എന്നെനിക്ക് മനസ്സിലായി. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ എന്ത് തന്നെയായിരുന്നാലും ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കാൻ മനസ്സ് വെച്ചാൽ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും എന്ന കാര്യം എനിക്ക് ബോധ്യമായിന്നാ ആ സഹോദരി പറഞ്ഞ സാക്ഷ്യതാ. സാധിക്കും, അത് ദൈവത്തിൻ്റെ മഹാനുഗ്രഹമാണ്. രണ്ട് കാര്യങ്ങൾ ദൈവം എൻ്റെ ജീവിതത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും ദൈവം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ ഒന്നും പറയാനുള്ള അവകാശമൊന്നും എനിക്കില്ല എന്ന് എനിക്കറിയാം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടെ ഇരിക്കാൻ എനിക്കറിയാം. ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടെ ഇരിക്കാൻ, വിശന്നിരിക്കാൻ അറിയാം, നിറച്ച് ആഹാരം കഴിച്ചതിന് ശേഷം ഇരിക്കാനും അറിയാം. നല്ല മെത്തയിൽ കിടക്കാനും എനിക്കറിയാം. നിലത്ത് പാവരിച്ച് തന്നാൽ അവിടെ കിടക്കാനും എനിക്ക് അറിയാം. ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും. അതിൻ്റെ അവസാനത്തിലാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. ചിലർ പറയുന്നത് എന്തുവാ, ദൈവം എല്ലാ അത്ഭുതങ്ങളും ചെയ്ത് ഇഷ്ടം പോലെ കാശ് തരുമെന്ന് ആ വാക്യം പറയുന്നത്. അല്ല, അങ്ങനെയല്ല പറയുന്നത് കേട്ടോ. നിങ്ങൾ 4-ാമത്തെ അധ്യായം ശ്രദ്ധിച്ച് വായിക്കണം. പറഞ്ഞത് ജീവിതത്തിന് ഏത് സാഹചര്യമായിരുന്നാലും ദൈവത്തെ ഭയപ്പെട്ട് ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ ഒരു ദൈവഭക്തന് കഴിയും എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു അനുഭവം പറഞ്ഞ് ഞാൻ അങ്ങ് അവസാനിപ്പിക്കാം. അവൻ നിന്ന് ബർന്നബാസിലേക്ക് നമുക്ക് വരാം. എന്താണെന്ന് ചോദിച്ചാൽ 5 പൈസയും ബാങ്കിലില്ലാതെ 0 പൈസ ബാങ്കിൽ ഉള്ള ആ അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരു പൈസ പോലും കയ്യിലില്ലാത്ത അവസരം. എൻ്റെ ഭാര്യ എന്നെക്കുറിച്ച് പറയുന്ന ഒരു പരാതിയുണ്ട്. ഇപ്പോൾ പരസ്യമായിട്ട് പറയുമെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ കല്യാണം കഴിച്ചതിന് ശേഷം ഒരു സ്ഥലത്ത് പോയപ്പം ഇദ്ദേഹത്തിന് ചായ വാങ്ങിച്ചു കൊടുക്കാൻ പൈസ ഇല്ല. അതെൻ്റെ പ്ലാനിങ്ങിൻ്റെ ഒക്കെ കുറവാണ്, അത് ഞാൻ സമ്മതിക്കുന്നു കേട്ടോ. ഒരു ചായ കഴിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അതിപ്പോഴും പറയാം, എൻ്റെ പിന്നെ ഇച്ചിരൂടെ അത്രയും പൈസ ഇല്ലാഞ്ഞിട്ടല്ല, അത് അങ്ങനെ അത്രയും ഒരു പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ ജീവിച്ചിട്ടുണ്ടോ? ഒരു പൈസ ഇല്ലാതെ ജീവിച്ചിട്ടുണ്ട്. എന്നാൽ വലിയ സമ്പന്നന്മാരോടുകൂടെ ഇരിക്കാനും അവസരം ഉണ്ടായിട്ടുണ്ട്. ഈ അമേരിക്കൻ എയർലൈൻസിനൊക്കെ ജോലി ചെയ്യുന്ന കാലത്ത് ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തേക്ക് പോകാൻ ഒരു $15,000 കൊടുക്കണം അല്ലേ, 1 വേ ടിക്കറ്റ്. ഫസ്റ്റ് ക്ലാസ്സിൽ ഞങ്ങൾ ഷിക്കാഗോയിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്നിട്ടുണ്ട്. പടന്ന് അലക്സിൻ്റെ വീട്ടിലാണ് താമസിച്ചത്. തിരിച്ചു പോകാൻ ബുദ്ധിമുട്ടി, വേറെ കാര്യം. ലോകത്തിലെ ഏറ്റവും സമ്പന്നന്മാരായിട്ടുള്ള ആളുകൾ യാത്ര ചെയ്യുന്നതിനോട് ഒപ്പം ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. വലിയ സമ്പന്നന്മാരോട് എടുത്തിട്ടുണ്ട്. വളരെ ദരിദ്രന്മാരായിരിക്കുന്ന ആളുകളോടുകൂടെയും ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഡൽഹിയിലും ബോംബെയിലും ഒക്കെ ചേരികളിൽ അവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കാനും അവരോട് സുവിശേഷം പറയാനും ഒക്കെയുള്ള അവസരങ്ങൾ കർത്താവ് ഒരുപാടൊന്നും ചെയ്തിട്ടില്ല. എങ്കിലും ഞാൻ പറയുന്നത്, എൻ്റെ സഹോദരന്മാരെ, ഈ സന്തോഷവും സമാധാനവും എന്നൊക്കെ പറയുന്നത് ജീവിതത്തിലെ സാഹചര്യങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതല്ല കേട്ടോ. ജീവിതത്തിലെ സാഹചര്യങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതല്ല, അത് ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് മനുഷ്യർക്ക് ലഭിക്കുന്ന ആനന്ദമാണ്. അതുകൊണ്ട് സമ്പത്ത് ഈ പരിപാടികളിൽ ഒന്നും ഒരുപാട് ശ്രദ്ധ കൊടുക്കരുത്. ബന്ധങ്ങളെയും ദൈവത്തോടുള്ള ബന്ധവും മനുഷ്യരോടുള്ള ബന്ധവും ഒക്കെ അവഗണിച്ച് നിങ്ങൾ കാശുണ്ടാക്കാനായിട്ട് ഇറങ്ങിപ്പുറപ്പെടരുത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം തരികയില്ല. സമാധാനം തരുന്നത് ദൈവത്തോടുള്ള ബന്ധവും നമ്മളെ പ്രിയപ്പെട്ട ആൾക്കാരോടുള്ള നല്ല ബന്ധവുമാണ്. ഒരു നല്ല ഭാര്യ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടെ അച്ചായോ എന്ന് പറഞ്ഞേച്ചൊരു ആ ഒരു മുഖത്തോട് നോക്കുമ്പോൾ എന്തോ സ്നേഹമായില്ലയോ. എൻ്റെ പൊന്നെ, മക്കളെല്ലാം കൂടി ഓടി വന്നിട്ട്, അയ്യോ അപ്പച്ചൻ എപ്പോഴാ വന്നേ,
ഡാഡി വന്നടോ, ഡാഡി വന്നടോ. അയ്യോ, എന്തൊരു ഭയങ്കര അയ്യോ. അയൽക്കാർ മുറ്റത്തോടെ ഇറങ്ങി ചോദിക്കും, അയ്യോ എപ്പോഴാ വന്നേ, എപ്പോഴാ വന്നേ? അയ്യോ, എന്തൊരു സ്നേഹം അല്ലേ. സഭയെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ചായൻ എപ്പോഴാ വന്നേ എന്നൊക്കെ ചോദിച്ച് എന്തൊരു സന്തോഷം. നമ്മുടെ ജീവിതത്തിൽ എന്താ നമുക്ക് വേണ്ടത്? ഏറ്റവും പ്രാധാന്യമേറത് സത്യമാണ് കേട്ടോ, സത്യമാണ്. ഇലോൺ മസ്കിൻ്റെ അത്രയൊന്നും കാശിൻ്റെ ആവശ്യമൊന്നുമില്ല. $400 ബില്യൺ ഉണ്ട് കേട്ടോ. പിന്നെ അയാളെക്കുറിച്ച് പറഞ്ഞാൽ മറ്റേ കുറിച്ച് പറഞ്ഞത് നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ ആളുണ്ടല്ലോ, ബിൽ ഗേറ്റ്സ്. എൻ്റെ പൊന്നെ വണ്ടി കളഞ്ഞ അണ്ണാൻ്റെ കൂടെ നടക്കുക. ഭാര്യ മേടിച്ച് ചങ്ങ് പോയി. പുള്ളി ഭാര്യയെ കാണാതെ എപ്സ്റ്റീൻ്റെ കൂടെ ഒന്ന് പോയായിരുന്നു കേട്ടോ. പുള്ളി ഒന്ന് പോയി തിരിച്ചു വന്നപ്പോൾ ഭാര്യ അങ്ങ് വേണമെങ്കിൽ ഉള്ളതിൻ്റെ പകുതിയും കൊണ്ട് അവളങ്ങ് പോയി. ഈ വണ്ടി കളഞ്ഞ അണ്ണാൻ്റെ കൂടെ നടക്കുക. കാശില്ലാഞ്ഞിട്ടാണോ? അയ്യോ, ബന്ധങ്ങൾക്കും ജീവിതത്തിനും ഒന്നും ഒരു ശ്രദ്ധ കൊടുക്കാതെ പണം കൊണ്ട് ജീവിതം മുഴുവനും സന്തോഷിക്കാമെന്ന് വിചാരിച്ച പോഷനായൊരു മനുഷ്യൻ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ പറ്റുക. അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദരങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾ പണത്തിൻ്റെ പുറകെ ഓടി നിങ്ങളുടെ ബന്ധങ്ങളിൽ ശ്രദ്ധിക്കാതെ ദൈവത്തെ സ്നേഹിക്കാതെ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും വരികയില്ല എന്നത് ദൈവവചനത്തിൻ്റെ പ്രഖ്യാപനമാണ്. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കണം, മനുഷ്യരെ സ്നേഹിക്കണം, നിങ്ങൾക്ക് ദൈവം തന്ന ബന്ധങ്ങളെ വളരെ ശ്രദ്ധയോടുകൂടെ സൂക്ഷിക്കണം. അതൊക്കെയാണ് നിലനിൽക്കുന്ന കാര്യം. എൻ്റെ മകൻ വല്ലപ്പോഴും എന്നോട് പറയും, അപ്പോൾ ഞാൻ അവനൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നും നേടിക്കൊടുത്തിട്ടില്ല കേട്ടോ, കാശൊന്നും കൊടുത്തിട്ടില്ല. ഞങ്ങളൊക്കെ അമേരിക്കയിലായിരുന്ന കാലത്ത് ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ജോലിയൊക്കെ ചെയ്ത് അവൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി 5 പൈസയും ഞാൻ മുടക്കിയിട്ടില്ല കേട്ടോ. അവൻ ലോണുമൊക്കെ എടുത്ത് പഠിച്ചതാണ്. എന്നാലും വിളിക്കും. അപ്പോൾ അവൻ പറയും, അപ്പം കൂടി ആളാണ് കേട്ടോ. സ്നേഹത്തിൽ പറയുന്ന അപ്പനോട് ഭയങ്കര സ്നേഹമാണ്. യു ആർ എ ഗ്രേറ്റ് ഫാദർ. അതിൽ കൂടുതൽ എന്താ എൻ്റെ പൊന്നു സഹോദരന്മാരെ നമുക്ക് വേണ്ടത്? സ്നേഹമുള്ളൊരു ഭാര്യ, സ്നേഹമുള്ള മക്കൾ, സ്നേഹമുള്ള ചില മനുഷ്യർ, ഇതൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട് എങ്കിൽ, കാശുണ്ടെങ്കിൽ വളരെ സന്തോഷം, നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സമ്പത്തിനുള്ള നമ്മുടെ സമീപനം 3 വാക്കുകൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ ഇനി ഭരണവാസിനെക്കുറിച്ച് പിന്നീട് അവസരത്തിൽ പറഞ്ഞോളാം. ഒന്നാമത്തേത്, സമ്പത്ത് സ്വന്തമല്ല, ഇത് ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവം എന്നെ ഏൽപ്പിച്ചതാണ് എന്നുള്ളതായിരിക്കുന്ന മനോഭാവം. സമ്പത്ത് എൻ്റെ സ്വന്തമല്ല, ദൈവം എനിക്ക് തന്നതാണ്, ഞാൻ സമ്പത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ മാത്രമാണ് എന്നുള്ളതായിരിക്കുന്ന ആ ബോധ്യം. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ദൈവം പറയുന്നത് പോലെ ഈ സമ്പത്ത് പങ്കുവയ്ക്കുവാനുള്ള മഹാമനസ്കത ഉണ്ടാവുക എന്നതാണ് രണ്ടാമത്തെ കാര്യം. സമ്പത്ത് പങ്കുവയ്ക്കുവാൻ, സമ്പത്ത് കൊടുക്കുവാൻ, ചെലവഴിക്കുവാൻ ദൈവം ഒരവസരം തന്നാൽ അത് ചെയ്യാനുള്ളതായിരിക്കുന്ന മനസ്സ് എന്നതാണ് സമ്പത്തിനെ ഉള്ള രണ്ടാമത്തെ സമീപനം. മൂന്നാമത്തെന്ന് പറയുന്നത്, സമ്പത്ത് എത്രയായിരുന്നാലും, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ എന്ത് തന്നെയായിരുന്നാലും അതിൽ സംതൃപ്തിയോടുകൂടെ ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കുവാനുള്ള മനസ്സ്. അതാണ് സമ്പത്തിനെ സംബന്ധിച്ചുള്ള നമ്മുടെ മൂന്നാമത്തെ മനോഭാവം എന്ന് പറയുന്നത്. അതാണ്. അങ്ങനെയെങ്കിൽ സന്തോഷം ഉറപ്പാണ് കേട്ടോ, അനുഗ്രഹം ഉറപ്പാണ്. അവർ വിശ്വസിച്ചവരെല്ലാവരും ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. വ്യക്തിബന്ധങ്ങൾ, ആഴമായ വ്യക്തിബന്ധങ്ങൾ, അതാണ് ഒരു സഭയുടെ അനുഗ്രഹം എന്ന് പറയുന്നതാണ്. രണ്ടാമത്, സുവിശേഷത്തിലുള്ളതായിരിക്കുന്ന വിശ്വാസവും ഉറപ്പുമാണ്. മൂന്നാമത്, സമ്പത്തിനെ ദൈവഹിത പ്രകാരം കൈകാര്യം ചെയ്യുവാനുള്ള മനസ്സാണ്. ദൈവം തൻ്റെ ആത്മാവിനാൽ നമ്മളെ സഹായിക്കട്ടെ, നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.